ഹൊറർ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ എന്താ തീരുമാനിച്ചേ? ആ സീരീസ് ഒരുമിച്ചിരുന്ന് കണ്ടു തീർക്കുമെന്നല്ലേ? ഈ സീരീസ് ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോളാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോ എൻ്റെ പൊന്നൊരു രക്ഷയിലാട്ടോ. പേടിച്ച് തൂറി അവശതയെ ലച്ചുവിനെ ആട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ. അയ്യോ, എനിക്ക് പറയാൻ വയ്യേ. നമ്മുടെ ഇന്നത്തെ പ്രൊമോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സിദ്ധു അളിയൻ നമ്മുടെ കേശിനോട് പറയുന്നുണ്ട്, എടാ ആ ഒരു ഹൊറർ സീരീസ് അത് പൊളിയാർന്നു, പേടിച്ചൊരു പരിപോകടാ, ഞാനത് ഒറ്റയ്ക്ക് കണ്ടു തീർത്തു എന്ന് പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ ലച്ചു വരുന്നുണ്ടേ. ലച്ചു വന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു എന്ത് പണിയാ കാണിച്ചേ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അത് കണ്ടു തീർക്കാം എന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കേശു ഇട്ട് കളിയാക്കുന്നുണ്ടേ. ആ ലച്ചു ചേച്ചിക്ക് ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി പേടിയായിട്ടല്ലേ സിദ്ധുളിനെയും കൂടി കൂട്ടുന്നേ എന്നും പറഞ്ഞ് മൂപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭവാനി അമ്മമ്മയും പറയുന്നുണ്ട്, അല്ലേലും ലച്ചുവിന് പണ്ടേ മുതൽ പേടിയാ എന്നും പറഞ്ഞ് ഭവാനി അമ്മമ്മയിൽ നമ്മുടെ ലച്ചുവിനെ അടിച്ച് താഴ്ത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടാൽ പിന്നെ നമ്മുടെ ലച്ചു വെറുതെ ഇരിക്കുമോ? ലച്ചു ആരാ പോളല്ലേ? ലച്ചു അപ്പം ഇവരെല്ലാവരും വെല്ലുവിളിക്കുകയാണ്, ഇനി നിങ്ങൾ നോക്കിക്കോ, ആ ഒരു ഹൊറർ സീരീസ് ഞാൻ ഒറ്റയ്ക്ക് കണ്ടു തീർത്തിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് രാത്രി ഉണ്ടല്ലോ നമ്മുടെ ലച്ചു തലയിൽ കൂടി ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ടിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആ ഹൊറർ സീരീസ് കാണുവാണേ. എന്നിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ കേശു ആണോ സിദ്ധു ആണോ എന്നറിയില്ല, നമ്മുടെ ലച്ചുവിനൊരു പണി കൊടുക്കാൻ വേണ്ടി ആ പുറത്തെ ജനാലയിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് നിഴൽ മാത്രം കാണത്തുള്ളൂ നമ്മുടെ ലച്ചു, ഇരുട്ടായതുകൊണ്ട്. അപ്പൊ ആ ഒരു നിഴല് കണ്ടിട്ട് നമ്മുടെ ലച്ചു അയ്യോ പ്രേതം സിദ്ധുവെ ഓടിവാ എന്നൊക്കെ പറഞ്ഞ് അലറി കരയുന്നുണ്ട്. ഇനി നമ്മുടെ ലച്ചുവിന്റെ അവസ്ഥ എന്തായി തീരുമോ? പാവൻ ലച്ചു അല്ലെ കൂട്ടുകാരെ. കാത്തിരിക്കട്ടോ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹേറാം ദി മലയാളി സൈനിങ് ഓഫ്.